ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ആറാട്ടണ്ണനെ പറ്റി നടന്നൊരു കാര്യമാണ്. ആറാട്ടണ്ണനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ലൈവിലൊക്കെ വന്നിരുന്ന ഓരോ നായകന്മാരെയൊക്കെ പറ്റി മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചു എന്ന പേരിലായിരുന്നു നായകന്മാരൊക്കെ പുള്ളിക്കാരനെതിരെ കേസ് കൊടുത്ത്. അങ്ങനെ അവസാനം ആറാട്ടണ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഭയങ്കരമായിട്ടുള്ള ന്യൂസും കാര്യങ്ങളുമാണ്. നിങ്ങൾക്ക് മീഡിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നു. ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ്. ഈ ഒരു ഇഷ്യൂ വന്നതിന് ശേഷം ഇദ്ദേഹം കുറേയധികം ഇതിനു മുമ്പും ലൈവിലൊക്കെ വന്നിരുന്നത് കണക്ക് മോശമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അതില്ല എന്നൊന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ആർക്കെതിരെയാണോ ഈ വ്യക്തി പറഞ്ഞിട്ടുള്ളത് അവർ തന്നെയാണ് കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് പോലീസ് അത് ഏറ്റെടുക്കുകയും സന്തോഷ് വർക്കി അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംഭവം ഇങ്ങനെ ഭയങ്കരമായിട്ട് ആൾക്കാർ സംസാരിക്കുന്നതിനിടയിലാണ് സന്തോഷ് വർഗിയൊക്കെ ആൾക്കാർ പോലീസിനൊക്കെ അറസ്റ്റ് ചെയ്യാൻ സമയമുണ്ട്. വേറെ എത്രയോ കേസുകളും കാര്യങ്ങളും ഭയങ്കര വലിയ സ്ത്രീ ഇഷ്യൂസൊക്കെ വന്നിട്ടുണ്ട്. അതും വലിയ വലിയ സെലിബ്രിറ്റീസിന് എതിരെ വരെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊന്നും ഇത്ര മാത്രം വലിയ ആക്ഷനോ പെട്ടെന്നുള്ള ആക്ഷനോ ഒന്നും കണ്ടിട്ടില്ല. സന്തോഷ് വർഗിയെ പോലുള്ള സാധാരണ ആൾക്കാരായതുകൊണ്ട് പെട്ടെന്ന് ഇതേ കണക്ക് എന്നെ അറസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് കുറേയധികം കൂട്ടങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു കാര്യം ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമുക്കിത് ജസ്റ്റ് ഒരു തള്ളിക്കളയെങ്കിലും അതൊരു മെയിനായിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ്. ആറാട്ടണ്ണൻ എന്ന് പറയുമ്പോഴത്തേന് സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും ഇപ്പോൾ എന്നെപ്പോലുള്ള എല്ലാവരും പെട്ടെന്ന് ആ ഒരു വ്യക്തിയെ കാണുമ്പോഴത്തേനും ഒരു കോമഡി ലുക്കിലൊക്കെയാണ് കാണുന്നത്. അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. കുറേയധികം പേര് അങ്ങനെ പറയാറുണ്ടെന്ന്. പക്ഷേ പുള്ളിക്കാരനൊക്കെ അങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാം, പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് എന്നുള്ളൊരു കാര്യം അറിയാമെങ്കിൽ പോലും ആ ഒരു പുള്ളിക്കാരനൊരു കേസ് വന്നു, അത് പോലീസ് അറസ്റ്റ് ചെയ്തു, അതൊക്കെ ഓക്കെയാണ്. ഇതുപോലെ തന്നെ എത്രയോ പേര് ഇവിടെ ഉണ്ട്, സെലിബ്രിറ്റീസ് ആയിട്ടുള്ള കുറേയധികം പേരുണ്ട്. അവർക്കെതിരെയൊന്നും ഈ പോലീസ് ഇത്ര പെട്ടെന്ന് ആക്ഷൻ എടുക്കാത്തത് എന്തുകൊണ്ട് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അല്ല, നോർമലായിട്ടുള്ള വ്യക്തികൾക്കെതിരെയാണ് പെട്ടെന്ന് ഒരു കേസ് കിട്ടി ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യുക. ആ ഒരു രീതിയിൽ വലിയ സെലിബ്രിറ്റീസൊക്കെ ആണെങ്കിൽ ഉടനെ ഒന്നും അറസ്റ്റ് ചെയ്തില്ല, അതിന് സമയമെടുത്ത് ചിലപ്പോൾ അറസ്റ്റ് ചെയ്യാതെ ഇരിക്കുന്ന എത്രയോ പേര് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഓരോരുത്തർക്കും ഓരോ നിയമം എന്നുള്ളൊരു കാര്യമൊന്നും തന്നെയില്ല. പക്ഷേ ആറാട്ടണ്ണൻ ചെയ്ത ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യം അതിനെ ആരും സപ്പോർട്ട് ചെയ്യുന്ന ഒന്നും തന്നെയില്ല. ആറാട്ടണ്ണൻ ഓരോ ലൈവിലിരുന്ന് ഓരോ നായകന്മാരെയൊക്കെ പറ്റി പറയുന്ന ഒരു ഫേമസ് ആവാൻ വേണ്ടിയാണ് ഈ പുള്ളിക്കാരൻ ഇത് കണക്കൊക്കെ പറയുന്നത്. അതെല്ലാവർക്കും കാണുന്ന എല്ലാവർക്കും അറിയാം. ഓരോ സിനിമ കാണാനൊക്കെ വരും, അവിടെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കും, ഇനി അവിടെ സിനിമ കാണാൻ വരത്തില്ലെന്ന് പറയും. ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പോവും. ആ ഒരു സമയത്ത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെയും പുള്ളിക്കാരൻ അടുത്ത സിനിമ വരുമ്പോൾ അവിടെ തന്നെ വരും, അടിപൊളിയാണ് പടം, ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ. ആ ഒരു വ്യക്തി എന്താ പറയുക, സോഷ്യൽ മീഡിയ അറ്റൻഷനും ആൾക്കാരൊക്കെ തന്നെ പറ്റി സംസാരിക്കുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് കുറേയധികം ഇഷ്യൂസും കാര്യങ്ങളും അതിന് വേണ്ടി ലൈവിലൊക്കെ വന്നിരുന്ന ഓരോ കാര്യങ്ങൾ പുള്ളിക്കാരനെ പറ്റി ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഓരോ കാര്യങ്ങളും പറയുന്നത്. അത് പക്ഷേ അവസാനം പുള്ളിക്കാരന് തന്നെ പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും അറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി എന്താണ് കേസും കാര്യങ്ങളും, ഇനി എന്താണ് ജാമ്യത്തിൽ വിട്ടയക്കുമോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയാൻ വയ്യ. ബട്ട് ഇതുവരെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനെ എന്തായാലും പൂട്ടിയിരിക്കുകയാണ്. അതിനനുസരിച്ച് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ഇനിയെങ്കിലും ലൈവിലൊക്കെ വന്നിരുന്ന ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ പുള്ളിക്കാരൻ ചിന്തിക്കുമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഇനിയും കുറേയധികം കേസ് പലരും കൊടുക്കാനുണ്ട്. എന്തായാലും പുള്ളിക്കാരൻ്റെ ജാമ്യം അങ്ങനെ വല്ലതും കിട്ടുവാണെങ്കിൽ അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ഇടുന്നതായിരിക്കും. ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് പറയുക. സോ എന്താണ് ആറാട്ടണ്ണൻ്റെ ഈ ഒരു ഇഷ്യൂവിൽ പറയാനുള്ളത്, അതുപോലെ തന്നെ ആറാട്ടണ്ണനെ പറ്റി നിങ്ങളെന്ത് വിചാരിക്കുന്നു എന്നുള്ളതും കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് പറയുക. ഓക്കെ, ബൈ.